അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പടക്കോപ്പുകൾ സ്വരുക്കൂട്ടുന്നത് എന്നായിരിക്കും NDF-കാരുടെ മറുപടി. എന്നാൽ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയായാലും, അത് NDF എന്ന പേരിലായാലും സിബി എന്ന പേരിലായാലും ജമാഅത്തെ ഇസ്ലാമി മറ്റേതെങ്കിലും പേരിൽ കടന്നു വന്നാലും ഏത് രൂപത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളായാലും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു നാട്ടിൽ കലാപം നടന്നാൽ ഈ ഇന്നുള്ള നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ബോംബ് പൊട്ടിച്ചാൽ, കലാപങ്ങൾ അഴിച്ചുവിട്ടാൽ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അവിടെ ഉണ്ടാകുന്ന സാമൂഹികമായ അധപ്പതനം എത്ര വലുതാണ്? ചിന്തിക്കേണ്ട കാര്യമാണിത്, ആലോചിക്കേണ്ട കാര്യമാണിത്. രണ്ട് വടിവാളെടുത്ത് ചുഴറ്റാൻ ആർക്കും കഴിയും. തന്റെ കയ്യിലുള്ള ബോംബ് കാട്ടി ഭീഷണിപ്പെടുത്താൻ ആർക്കും കഴിയും. തന്റെ കയ്യിലുള്ള കുറുവടി ചുരുട്ടിക്കിട്ട് കാക്കി നിക്കറുമിട്ട് തൊപ്പിയും ധരിച്ച് ആളെ വിരട്ടി വഴിയിലൂടെ നടന്നു നീങ്ങാൻ ഏതൊരുത്തരും സാധിക്കും. അതിന് വലിയ മിടുക്കൊന്നും വേണ്ട. രണ്ടാളെ കണ്ടാൽ രണ്ടാളെ കാണിച്ചുകൊണ്ട് താൻ വലിയവനാണെന്ന് ധരിപ്പിച്ച് അതേ പരേഡ് നടത്താൻ അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആസൂത്രിതമായി ബുദ്ധിപരമായി പ്രവർത്തിക്കുക എന്നത് ക്ഷമയാവശ്യമുള്ള കാര്യമാണ്, സഹനമാവശ്യമുള്ള കാര്യമാണ്, അധ്വാനം ആവശ്യമുള്ള കാര്യമാണ്. കലാപമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു സ്ഫോടന വസ്തു ഉണ്ടാക്കാൻ വളരെ നിസ്സാരമായി കഴിയും. ചെറിയ ചെറിയ നാക്കുകളും തിയറികളും ഉപയോഗിച്ചുകൊണ്ട്, രഹസ്യ ക്ലാസുകളിൽ നിന്ന് കിട്ടുന്ന ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് തന്നാൽ കഴിയുന്ന രൂപത്തിൽ ഒരു പെട്രോൾ ബോംബ് നിർമ്മിച്ച്, അതല്ലെങ്കിൽ ഒരു നാടൻ ബോംബ് നിർമ്മിച്ച്, അല്ലെങ്കിൽ ഒരു തോട്ടം നിർമ്മിച്ച് വഴിയിൽ ആളുകൾ കൂടുന്നിടത്ത് ആരുടെയെങ്കിലും സൈക്കിളിന്റെ അടിയിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ചുവട്ടിലോ വെച്ച് പൊട്ടിച്ച് ആളുകളെ ഭയപ്പെടുത്തി അതേ നിരപരാധികളായ പാവപ്പെട്ട, സംസാരിക്കാൻ ശേഷിയില്ലാത്ത, ഉപജീവനത്തിന് വകയില്ലാതെ ഉന്തുവണ്ടികളുമായി തെരുവിലിറങ്ങിയ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കാനും ഭീതിപ്പെടുത്താനും ആർക്കും സാധിക്കും. പക്ഷേ അതിന്റെ പിന്നാലെ വരുന്ന ദുരിതത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നവരുണ്ടോ? അതിന്റെ പിന്നിൽ വരുന്ന പ്രയാസത്തെ സംബന്ധിച്ച് പഠിക്കുന്നവരുണ്ടോ? അറിയുന്നവരുണ്ടോ? നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിൽ മാറാട് ദുരന്തമുണ്ടായി. കേരളത്തിൽ ഒരുപാട് വിവാദമായി, ചർച്ചകൾ വന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് അന്വേഷണം ഉണ്ടായി. ഒരു ഭാഗത്ത് പല കക്ഷികളുണ്ടായി. ഹൈന്ദവ തീവ്രവാദികളുടെ പേര് പറയപ്പെട്ടു, മുസ്ലിം തീവ്രവാദികളുടെ പേര് പറയപ്പെട്ടു. ആരായാലും ഇന്നവരാണത് ചെയ്തത് എന്നല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് ആരത് ചെയ്താലും അതിന്റെ പിന്നിൽ വന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? കലാപം നടത്തിയവർ, കൊന്നൊടുക്കിയവർ, പകരം വീട്ടിയവർ, തന്റെ സഹോദരന്റെ അടിവയറ്റിൽ കടാര കുത്തിക്കയറ്റിയവൻ, അവൻ വീട് വിട്ടുപോയി, അവൻ നാട് വിട്ടുപോയി, അവൻ ഒളിവിലായി. പക്ഷേ ആ നാട്ടിൽ ജീവിക്കുന്ന പിഞ്ചോമനകളുണ്ട്, ആ നാട്ടിൽ ജീവിക്കുന്ന സ്ത്രീ സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളെ കാണാൻ എവിടെ പോയി ജിഹാദി വീര്യം ഉൾക്കൊണ്ടവർ? എവിടെ പോയി പാതിരാത്രികളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തീവ്രവാദം പ്രസംഗിച്ച നേതാക്കന്മാർ എവിടെ പോയി? പാവപ്പെട്ട ദുർബലന്മാരായ മക്കൾ, ആ മക്കളുടെ മനസ്സിലേക്ക് വർഗീയതയുടെ ആ വിഷം കോരിയിട്ടിട്ട് അവരുടെ മനസ്സ് പൊള്ളിച്ച് പരസ്പരം അകറ്റിയ വർഗീയവാദികൾ പിന്നെ ഇവിടെ പോയി? പിന്നെ കാണുന്നില്ല. മാറാടിന്റെ പിന്നെയുള്ള ചിത്രം, ആ കലാപത്തിന് ശേഷമുള്ള ചിത്രം, ആ ചിത്രം വളരെയധികം ബീഭത്സമാണ്. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? എന്താണ് അവിടുത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ? കാണൂ നിങ്ങൾ ഒരു നിമിഷം. ശാരീരിക പരിശീലനം നേടുന്ന കുട്ടികൾ കടപ്പുറത്ത് തിരതല്ലി നടന്ന ബാല്യം ഉപേക്ഷിച്ച് അവർ മുതിർന്നവരുടെ കൂട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ശാഖകളിലേക്കും മദ്രസകളിലേക്കും ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അയൽക്കാരായ മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ളതോ അവരെ കീഴ്പ്പെടുത്തി അവരുടെ സ്ഥലം ആയിട്ടുള്ളതല്ല. ഞങ്ങളായിട്ട് ഒരു പരിപാടിക്കും പോക്കില്ല. പിന്നെ അവരായിട്ട് ഇനി വന്നാല് വിടൂല്ല. ആദ്യം കുറെ ആളുണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ചാളുള്ള എന്നെ കൊണ്ട് കളിക്കാനൊന്നും അത്ര ആളില്ല. 3 വർഷം മുമ്പ് ഞങ്ങളോട് സംസാരിച്ച കുട്ടികളെ ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. എങ്കിലും മാറാട്ടെ കുട്ടികളുടെ കളിക്കൂട്ടുകൾ ഇപ്പോഴും സമുദായത്തിന്റെ വേലിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് മുതിർന്നവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അവർ ഒന്നിച്ചിരുന്ന് പഠിച്ച സ്കൂളിൽ നിന്ന് അന്നേ വേർപിരിഞ്ഞിരുന്നു. കണ്ടോ, പിഞ്ചോമനകള് കരോട്ട ക്ലാസ്സില്, കളരി ക്ലാസ്സില്, RSSന്റെ ശാഖകളില്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും മേഖലകളില് പോയിട്ട് കളരി പഠിക്കുന്നു. കളരി പഠിക്കണമെന്നല്ല, കരോട്ട പഠിക്കണമെന്നല്ല, ആ രൂപത്തിൽ കായികാഭ്യാസങ്ങൾ പഠിക്കണമെന്നല്ല. നേരെ മറിച്ച് പഠിക്കുന്നത് എന്തിനാ? തന്റെ അയൽവക്കത്ത് താമസിക്കുന്ന മുസൽമാനെ തുരത്താൻ.
ഇങ്ങോട്ടവൻ വന്നാൽ ഞാൻ അവനെ വിടില്ല എന്ന് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ പോലും ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാടിന്റെ മണ്ണിൽ ആ പിഞ്ചോമനകൾ വലിച്ചെറിഞ്ഞവരെ, കാട്ടാളന്മാരെ, നിങ്ങളോട് ലോകം പൊറുക്കുമോ? നിങ്ങളോട് ലോകം പൊറുക്കുമോ? പാഠപുസ്തകങ്ങൾ തുറന്നു വെച്ചിട്ട് ആ എന്ന അക്ഷരം മുതൽ ആരംഭിച്ച് അക്ഷരങ്ങൾ വാരിക്കൂട്ടി വിജ്ഞാനത്തിന്റെ മേഖലകൾ കണ്ടെത്തി അറിവിന്റെ അക്ഷരങ്ങൾ എഴുതിക്കൂട്ടി തോളോട് തോളുരുമ്മി ഹിന്ദുവെന്ന മുസ്ലിമെന്ന ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ലാതെ സാഹോദര്യം നിലനിർത്തി ജീവിക്കേണ്ട ആ ഇളം പിഞ്ചു പ്രായത്തിലേക്ക് വർഗീയതയുടെ വിഷവിത്ത് വാരിയിട്ടവരെ, നിങ്ങളോട് ലോകം പൊറുക്കുമോ? നിങ്ങളോട് സമൂഹം പൊറുക്കുമോ? നിങ്ങളോട് കാലം പൊറുക്കുമോ? എത്രമാത്രം ദുരന്തമാണ്, എത്രമാത്രം ദുരന്തമാണ്. അതുകൊണ്ട് അവസാനിച്ചോ? എവിടെ പോയി സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവൻ? ദുർബലരായ പെണ്ണുങ്ങൾക്ക് വേണ്ടി, ദുർബലരായ സ്ത്രീകളുടെ സഹായത്തിന് വേണ്ടി വാളെടുത്തവരെവിടെ? ബോംബെടുത്തവരെവിടെ? മാറാടിന്റെ മണ്ണിൽ കെട്ടിച്ചയക്കാൻ കഴിയാതെ ഒരു മാരനെക്കാത്ത് കണ്ണീരോടെ കഴിയുന്ന നൂറുകണക്കിന് പെൺകുടിമാരുണ്ട്. ഈ വർഗീയവാദികൾ, ഈ ഭീകരവാദികൾ വലിച്ചിട്ട കീറാമുട്ടികൾക്ക് മുന്നിൽ സ്വന്തം ജീവിതം അർപ്പിക്കേണ്ടി വന്ന പാവപ്പെട്ട നൂറുകണക്കിന് പെൺകുടിമാർ മാറാടിന്റെ മാർത്തടത്തിലുണ്ട്. എന്നാലൊന്ന് ആലോചിക്കണം, എന്നാലൊന്ന് ചിന്തിക്കണം. എവിടെ പോയി ജിഹാദി വീര്യം ഉൾക്കൊണ്ടവർ? എവിടെ പോയി പാവപ്പെട്ട ദുർബലരായ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച വിദ്വാൻമാർ? അവിടെ പെണ്ണുങ്ങളെ കെട്ടാൻ ആളില്ല, സ്ത്രീകളെ കെട്ടാൻ ആളില്ല, മുസ്ലിം കൂരകളിൽ കെട്ടിക്കൊണ്ടു പോകാൻ ആളില്ലാതെ പുറംനിറഞ്ഞു നിൽക്കുന്ന നൂറുകണക്കിന് പെൺകുടിമാരുണ്ട് എന്ന് സലഫി കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടതല്ല, ഒരു മുജാഹിദ് വീര്യം ഉൾക്കൊണ്ട് പറയുന്നതല്ല. നേരെ മറിച്ച് ഈ സമുദായത്തിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഈ സമുദായത്തിന് മുന്നിൽ ആ അവസ്ഥ, ഈ സമുദായത്തിന്റെ അവസ്ഥ ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ആർക്കും കണ്ടെത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം മാറാട്ടത്തെ പെൺകുട്ടികളുടെ അവസ്ഥ കണ്ടോളൂ നിങ്ങൾ. ഈ കുറ്റപത്രത്തിൽ പ്രതിചേർക്കപ്പെട്ട 139 പേരിൽ 120ഓളം പേർ മാറാട്ടുകാരാണ്. അവർ ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുന്നതിനാൽ മാറാട്ടെ മുസ്ലിം വീടുകളിൽ പലതും അനാഥമായി. നിശ്ചയിക്കപ്പെട്ട പല വിവാഹങ്ങളും മുടങ്ങി. പലായനവും അഭയാർത്ഥി ക്യാമ്പിലെ ജീവിതവും പുനരധിവാസത്തിന് ശേഷമുള്ള സംഘർഷാവസ്ഥയും പല കുടുംബങ്ങളെയും പിഴുതെറിഞ്ഞു. അഭയാർത്ഥി ക്യാമ്പുകളിൽ വെച്ച് കണ്ട അതേ അനിശ്ചിതത്വം ഇവരുടെ നിത്യജീവിതത്തിന് ഇപ്പോഴുമുണ്ട്. കുറേ ആൾക്കാർ വിമർശനം കാട്ടുന്നുണ്ട്. ഈ മാറാടെന്ന് കേൾക്കുമ്പോൾ ഈ പല ആൾക്കാരും ഈ പെണ്ണന്വേഷണത്തിനൊക്കെ വന്നാൽ ഈ മാറാടെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു അലർച്ച പോലെ അങ്ങനെയുള്ളതൊക്കെ ഒഴിവായി പോവാണ്. ഇനി തീരെ കല്യാണം ഉണ്ടാവില്ല, ഓല് ഒഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ വേറെ ഇവിടുന്ന് ഇവിടെ ഇനി അന്വേഷണം വരണം. ഓല് പറഞ്ഞെന്താ മാറാട്ടത്തെ പെൺകുട്ടികളെ തീരെ കല്യാണം കഴിക്കൂല എന്നാ പറയും. കണ്ടോ, മാറാട്ടത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ആളില്ല. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? എന്ത് കുറ്റമാണ് അവർ ചെയ്തത്? മാറാടെന്ന മണ്ണിൽ പിറന്നുപോയി. അവിടെ കുറച്ച് വർഗീയവാദികളുണ്ടായി, അവിടെ കുറച്ച് തീവ്രവാദികളുണ്ടായി. അവർ മുസ്ലിങ്ങളല്ല, അവർ ഹിന്ദുക്കളല്ല, നേരെ മറിച്ച് കാട്ടാളന്മാർ, മനുഷ്യരക്തം കണ്ട് കണ്ണു നിറയുന്ന കാട്ടാളന്മാർ, മനുഷ്യരക്തത്തിന്റെ രുചി മാത്രം ആസ്വദിക്കാനറിയുന്ന കാട്ടാളന്മാരുണ്ടായി. അവിടെ മനുഷ്യരുണ്ടായില്ല, ഹിന്ദുക്കളുണ്ടായില്ല, ക്രിസ്ത്യാനികളുണ്ടായില്ല. ക്രിസ്ത്യാനികളത് ചെയ്യില്ല, ഹിന്ദുക്കളത് ചെയ്യില്ല, മുസ്ലിമിനത് ചെയ്യാൻ കഴിയില്ല. ആ ഭീകരവാദം, ആ തീവ്രവാദം ചെയ്യാൻ മുസ്ലിമിന് കഴിയില്ല. കാട്ടാളന്മാർ അവിടെ ഉണ്ടായി. അതിന്റെ പേരിൽ നിറകണ്ണുകളോടെ കുടിലുകളിൽ കഴിയുന്ന ആ തിരമാലയുടെ ആ ശബ്ദം കേട്ടുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചൊരു മാറിനു വേണ്ടി കാതോർത്തിരിക്കുന്ന നിരപരാധികളായ നിരവധി പെൺകുട്ടികൾ NDF-കാരെ കാണാനില്ല. അതുപോലെ അറിയ സമാജത്തിന്റെ ആളുകളെ കാണാനില്ല, RSS-കാരനെ കാണാനില്ല, തീവ്രവാദികളെ കാണാനില്ല. ജിഹാദ് തെളിയിക്ക്, ആത്മാർത്ഥ തെളിയിക്ക്, പോയി കല്യാണം കഴിച്ചു കൊണ്ടുവാ. മാറാട്ടത്തെ പെൺകുട്ടികളെ പോയി കല്യാണം കഴിക്ക്. അതാണല്ലോ വീര്യം കാണിക്കേണ്ടത്, അവിടെയാണല്ലോ ആർജവം കാണിക്കേണ്ടത്, അവിടെയാണല്ലോ തന്റെ ഇടം കാണിക്കേണ്ടത്. എവിടെയെങ്കിലും പൊട്ടിക്കുക, ആളുകളെ വിരട്ടുക, അക്രമങ്ങൾ അഴിച്ചുവിടുക, വാഹനങ്ങളുടെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുക, വടിവാളും കടാരയും സൂക്ഷിക്കുക. എന്ത് പറ്റിയ മനുഷ്യർക്ക്? അള്ളാഹു മനുഷ്യന് 2 കൈകൾ നൽകി. പക്ഷേ ഈ മൃഗങ്ങളെ പോലെ, പുലികളെ പോലെ, കടുവകളെ പോലെ അതിശക്തമായ നഖം അള്ളാഹു നൽകിയിട്ടില്ല. മനുഷ്യനെ ആക്രമിക്കാനല്ല അള്ളാഹു കൈ നൽകുന്നത്, തലോടാനും സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അതിനാണ് അള്ളാഹു കൈ നൽകുന്നത്. എന്നാൽ ഭീകരവാദികൾ മനുഷ്യന് നൽകിയതോ വടിവാളുകൾ, കടാരകൾ. അത് കണ്ടാൽ മാത്രം ഉറക്കം വരുന്ന ആളുകൾ, അത് കണ്ടാൽ മാത്രം ഉറക്കം വരുന്ന ആളുകൾ, വാഹനങ്ങൾ തല്ലിത്തകർക്കുന്നവർ, ബോംബിട്ടുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കുന്നവർ, നിരപരാധികളെ കൊന്നൊടുക്കുന്നവർ, രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നവർ, നിയമം കയ്യിലെടുക്കുന്നവർ, സാമൂഹ്യ ദ്രോഹികൾ. അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം, അതാണ് NDF, അതാണ് സിമി, അതാണ് ജമാഅത്തെ ഇസ്ലാമി, അതാണ് RSS, അതാണ് സംഘപരിവാർ, അതാണ് ഭീകരവാദം, അതാണ് ഫാസിസം.
ഇത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇത് മനുഷ്യനെ സ്വീകരിക്കാൻ പറ്റുമോ? ഇത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുമോ? ആലോചിക്കണം, ചിന്തിക്കണം. തീവ്രവാദവും ഭീകരവാദവും സാധാരണക്കാരായ നിരപരാധികളായ യുവാക്കളുടെ തലയിലേക്ക് കുത്തി നിറക്കുന്നതിന് മുമ്പ്, ശരിയാണ്, കേരളം സാമ്പത്തിക ദുരിതത്തിൽ തന്നെയാണ്. ജോലിയില്ലാത്ത, പണിയെടുക്കാനറിയാത്ത, കഷ്ടപ്പെടുന്ന ഒരുപാട് യുവാക്കൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനോട് കൂറു പുലർത്തുന്ന, ഇസ്ലാമിനോട് കൂറു പുലർത്തുന്ന വിദ്യാഭ്യാസമുള്ള അനവധി യുവാക്കൾ ഇവിടെയുണ്ട്. അവരെ മുസ്ലിം സമൂഹത്തിന് ആവശ്യമുണ്ട്, ഇസ്ലാമിക ദഅവത്തിന് ആവശ്യമുണ്ട്, അള്ളാഹുവിന്റെ ദീനിന് ആവശ്യമുണ്ട്. അവരുടെ ആരോഗ്യവും അവരുടെ ബുദ്ധിയും അവരുടെ ചിന്തയും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും ആവശ്യമുണ്ട്. എന്നാൽ അവരുടെ ചിന്തയിലേക്ക് തീവ്രവാദ ചിന്ത കടത്തിവിട്ടുകൊണ്ട് അവരുടെ കയ്യിലേക്ക് മാരകായുധങ്ങൾ എടുത്തുകൊടുത്തുകൊണ്ട് അവരുടെ കയ്യിലേക്ക് തോട്ടകളും ബോംബുകളും എടുത്തുകൊടുത്തുകൊണ്ട് അവരെ അക്രമത്തിലേക്കും അനീതിയിലേക്കും വലിച്ചെറിയുന്ന ഒരവസ്ഥയെ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാം കൊല്ലാൻ വന്ന മതമല്ല, ഇസ്ലാം തകർക്കാൻ വന്ന മതമല്ല, ഇസ്ലാം സമാധാനം നൽകാൻ വന്ന മതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടിയല്ല എന്റെ മരണം, എനിക്ക് വേണ്ടിയല്ല എന്റെ മരണം, എനിക്ക് വേണ്ടിയല്ല എന്റെ മരണം, നേരെ മറിച്ച് മറ്റുള്ളവന് വേണ്ടി മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ ഒരുക്കമാണ്, പ്രവാചകനും മരിക്കാൻ ഒരുക്കമാണ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ വിളിക്കുന്നു, വരൂ വരൂ വരൂ, പോകൂ എന്നല്ല, നിന്നെ കൊല്ലുമെന്നല്ല, വധിക്കുമെന്നല്ല, നശിപ്പിക്കുമെന്നല്ല, വരൂ, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഏറ്റവും അധികം സത്യസമ്പൂർണമായ, നമുക്ക് രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാൻ കഴിയുന്ന വിശുദ്ധമായ തൗഹീദിന്റെ മാർഗത്തിലേക്ക് വരൂ. പ്രവാചകൻ വിളിക്കുകയാണ്, പ്രവാചകൻ അടുപ്പിക്കുകയാണ്, പ്രവാചകൻ ജനങ്ങളെ കൂട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു കൊടുക്കുന്നു, ജനങ്ങളെ, ഇത് താൽക്കാലിക ജീവിതം, ഇത് താൽക്കാലിക ജീവിതം, അള്ളാഹു നമുക്ക് നൽകിയ താൽക്കാലിക ജീവിതം. മരണാനന്തരം ഒരു ജീവിതം വരാറുണ്ട്. അവിടെ എനിക്ക് രക്ഷപ്പെടണം. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എന്റെ കുടുംബം രക്ഷപ്പെടണം. ഞാനും എന്റെ കുടുംബവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഞാനും എന്റെ കുടുംബവും മാത്രവും രക്ഷപ്പെട്ടാൽ പോരാ, എന്റെ അയൽപക്കത്ത് താമസിക്കുന്നവരും ആ സ്വർഗത്തിൽ എത്തിച്ചേരണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. പ്രവാചകന്റെ ആഗ്രഹം അതാണ്, പ്രവാചകന്റെ കൊതിയതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവാചകന്റെ ആത്മാർത്ഥത മറ്റുള്ളവരെ വലിച്ച് അടുപ്പിക്കുന്നു, മറ്റുള്ളവരെ പിടിച്ചു നിർത്തുന്നു. എത്രത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചിരിക്കുന്നു, അന ഹാജിസും ബിഹുജിസിക്കും, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചിരിക്കുകയാണ്. നരകത്തിലേക്ക് നിങ്ങൾ പോകരുത്, നരകത്തിലേക്ക് നിങ്ങൾ വീണു പോകരുത്, സ്വർഗത്തിൽ നിങ്ങൾ പോകണം. അടിസ്ഥാനപരമായ തൗഹീദ് സ്വീകരിക്കണം, സുന്നത്ത് സ്വീകരിക്കണം, ധാർമ്മികത നിങ്ങൾ സ്വീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ ഊരക്ക് പിടിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, പ്രവാചകന്റെ ആത്മാർത്ഥത വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. എന്തിനാ നബിയെ നിങ്ങൾ മരിക്കുന്നത്? എന്തിനാ പ്രവാചകരെ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നത്? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. അവർ വിശ്വസിക്കാത്തത് കൊണ്ട് നബിയെ അങ്ങെന്തിന് നശിക്കണം, അങ്ങെന്തിന് മരിക്കണം നബിയെ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രവാചകൻ മരിക്കാൻ ഒരുക്കം. നീ മുഅ്മിനാകാൻ ഞാൻ മരിക്കാൻ റെഡി, നീ വിശ്വാസിയാകാൻ ഞാൻ മരിക്കാൻ റെഡി, നിനക്ക് വേണ്ടി ഞാൻ മരിക്കും, നിനക്ക് വേണ്ടി ഞാൻ മരിക്കും. അതാണ് മുഅ്മിൻ, അതാണ് മുഅ്മിൻ, അതാണ് വിശ്വാസി. ഞാൻ മരിച്ചാലും നീ രക്ഷപ്പെടണം, നീ രക്ഷപ്പെടണം, നിന്നെ കൊന്നിട്ട് ഞാൻ രക്ഷപ്പെടുകയല്ല, ഞാൻ മരിച്ചാലും നീ രക്ഷപ്പെടണം. അതാണ് മുഅ്മിനിന്റെ ആദർശം, അതാണ് മുഅ്മിനിന്റെ പ്രഖ്യാപനം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചാലും, അത് അർപ്പിച്ചിട്ടായാലും അവൻ നന്നാകണമെന്ന ചിന്ത, അവൻ രക്ഷപ്പെടണമെന്ന ചിന്ത, അവൻ സ്വർഗത്തിലെത്തണമെന്ന ചിന്ത, അവൻ തൗഹീദ് സ്വീകരിക്കണമെന്ന ചിന്ത, അവൻ സുന്നത്ത് സ്വീകരിക്കണമെന്ന ചിന്ത. അങ്ങനെയാണ് മുസ്ലിം സമുദായം ക്രമീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ ഒരു ഉത്തമ സമൂഹം ഉണ്ടാകട്ടെ, നിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയുള്ള വിഭാഗം? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹാനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന ദുരാചാരം വിരോധിക്കുന്ന, ധാർമ്മികത കൽപ്പിക്കുന്ന അധാർമികതയെ എതിർക്കുന്ന ഒരു സംഘം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ധാർമ്മികത അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹു മനുഷ്യ സമൂഹത്തിന് നൽകിയതാണ്. ഒരിക്കലും ആ ധാർമ്മികതയ്ക്ക് പകരം നിൽക്കുന്ന ഒന്ന് ലോകത്തില്ല.
ലോകത്ത് ധാർമ്മികതയ്ക്ക് പകരം നിൽക്കാനൊന്നുമില്ല. അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ രണ്ടാം ഭാഗം കടന്നു വരുന്നത്. ധാർമ്മികത മനുഷ്യൻ ഉൾക്കൊള്ളണം, അതാണ് ഇസ്ലാം പറഞ്ഞത്, ഭീകരവാദമല്ല. ധാർമ്മികത മറ്റുള്ളവർ സ്വീകരിക്കണം, അതാണ് ഇസ്ലാം പ്രഖ്യാപിച്ചത്, തീവ്രവാദമല്ല. ജനം നല്ലത് സ്വീകരിക്കണം, അതാണ് ഇസ്ലാം ആഹ്വാനം ചെയ്തത്, അല്ലാതെ വെടിക്കോപ്പുകൾ സമൂഹത്തെ വെടിക്കോപ്പുകൾ കൊണ്ട് സമൂഹത്തെ ഉന്മൂലനം ചെയ്യണമെന്നല്ല. നേരെ മറിച്ച് ജനങ്ങൾ സദാചാരം സ്വീകരിക്കണം, ദുരാചാരം വിരോധിക്കണം, ധാർമ്മികത ഉൾക്കൊള്ളണം. അവിടെയാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത് ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള സൂത്രവാക്യം കൊണ്ടല്ല, ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള സൂത്രവാക്യം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടല്ല പ്രവാചകന്മാർ കടന്നു വന്നത്. നേരെ മറിച്ചോ പ്രവാചകന്മാർ കടന്നു വരുന്നത് വേദഗ്രന്ഥങ്ങളുമായിട്ടാണ്, ധാർമ്മികതയുടെ പ്രഖ്യാപനങ്ങളുമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇത് പറഞ്ഞു, വജഅൽനാഹും അയിമ്മ, അവരെ നേതാക്കന്മാരാക്കി, വഔഹൈനാ ഇലൈഹിം, അവർക്ക് നാം വഹയി കൊടുത്തു, ബോധനം കൊടുത്തു. അതേ മനുഷ്യൻ സ്വീകരിക്കേണ്ട ധാർമ്മികത മനുഷ്യൻ കണ്ടെത്തേണ്ടതല്ല, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല. നേരെ മറിച്ച് ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിന്റെ വിജയത്തെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അതിലാണ് ധാർമ്മികത ഇടപെടുന്നത്. എന്നാൽ ആ വിശുദ്ധമായ പ്രവാചകന്മാർ, വിശുദ്ധരായ പ്രവാചകന്മാർ സമൂഹത്തിന്റെ മുന്നിൽ ധാർമ്മികത പറയുമ്പോൾ അതിനടിസ്ഥാനമായി അവർ പ്രഖ്യാപിച്ചത് ഈ ലോകത്തെ ജീവിതം ചൂണ്ടിക്കൊണ്ടായിരുന്നില്ല, പരലോക ജീവിതത്തിന്റെ വിജയമായിരുന്നു, പാരത്രിക ലോകത്തിന്റെ വിജയമായിരുന്നു. ഈ മനുഷ്യരെ, ഈ ലോക ജീവിതം കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കില്ല, പരലോകമെന്ന ഒന്നുണ്ട്, വരാനുള്ള ജീവിതമെന്ന ഒന്നുണ്ട്. എന്നാൽ ആ പ്രവാചകന്മാർ പ്രഖ്യാപിച്ച ധാർമ്മികതയുടെ അടിസ്ഥാനം, ആ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഭൗതികത എന്നത് കടന്നു വന്നത്. ഭൗതികത കടന്നു വന്നുകൊണ്ട് പറഞ്ഞത് എന്താ? ഭൗതികതയുടെ അടിസ്ഥാന പ്രഖ്യാപനം എന്താ? ഭൗതികത ലോകത്തോട് പ്രഖ്യാപിച്ചത് എന്താ? ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. അതാണ് ഭൗതികതയുടെ അടിസ്ഥാന മുദ്രാവാക്യം, അതാണ് മെറ്റീരിയലിസത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം. ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. നമുക്കൊരു ജീവിതം മാത്രം, ഈ ലോക ജീവിതം. ഇവിടെ സുഖിക്കണം, ഇവിടെ ആനന്ദിക്കണം, ഇവിടെ ആഹ്ലാദിക്കണം, ഇവിടെ രസിക്കണം, ഇവിടെ രമിക്കണം. ഇവിടെ ജനിക്കുന്നു, പിന്നെ മരിക്കുന്നു. ഒരിക്കലും നമുക്ക് ഒരു പുനർജീവിതമില്ല, മരണാനന്തര ജീവിതമില്ല, സ്വർഗമില്ല, നരകമില്ല. അതുകൊണ്ട് ഇവിടെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കണമെന്ന ചിന്തയിൽ നിന്നാണ് ലോകത്തെ ക്യാപിറ്റലിസം കടന്നു വന്നത്, മുതലാളിത്തം കടന്നു വന്നത്. അതേ ഭൗതികതയുടെ ഭാഗമായ ഒരു ഭാഗമായ മതത്തെയും കൂടി അനുചേർത്തുകൊണ്ട് നേരത്തെ പറപ്പൂർ വിശദീകരിച്ചതുപോലെ തല അത് പണമായി കണ്ട്, ഉടല് അത് ഭരണമായി കണ്ട്, വാല് മതമായി കണ്ട്, തല പോകുന്നിടത്തൊക്കെ വാലും അതുപോലെ തന്നെ ശേഷമുള്ള അതിനിടയിലുള്ള ആ ഭാഗവും പുറകെ വന്നുകൊള്ളും, പണത്തിന് പിന്നാലെ ഭരണകൂടവും മതവുമൊക്കെ വന്നുകൊള്ളും എന്ന ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ പ്രചരിപ്പിച്ച മുതലാളിത്തം, ആ മുതലാളിത്തത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. ഒരിക്കലും മരണാനന്തര ജീവിതമില്ല, മരണാനന്തരം ജീവിതമില്ല, ജീവിതം ഒരിക്കൽ മാത്രം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ജീവിതം മാത്രം, അത് മാത്രമാണ് നമുക്കുള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുതലാളിത്തം കടന്നു വന്നു. ആ മുതലാളിത്തത്തിന്റെ അടിസ്ഥാന ആഹ്വാനം എന്താണ്? റിബയാണ്, പലിശയാണ്. ജാഹിലിയ്യത്തിന്റെ അലാമത്തുകൾ, ആ ജാഹിലിയ്യത്തിന്റെ അലാമത്തുകൾ മേൽ, ആ ജാഹിലിയ്യത്തിന്റെ അടയാളങ്ങളിൽ മേൽ, ആ ജാഹിലിയ്യത്തിന്റെ മുദ്രാവാക്യങ്ങളുടെ മേലാണ് മുതലാളിത്തം കെട്ടിപ്പടുത്തത്. ഭൗതികവാദത്തിന്റെ ഒരു ഭാഗമായ മുതലാളിത്തം പറഞ്ഞത് ലോകത്ത് മദ്യപാനം വേണം എന്നാണ്. മദ്യപാനമില്ലാത്തടത്ത് ക്യാപിറ്റലിസം ഇല്ല. മദ്യപാനം വേണം, പലിശ വേണം, കുടിയന്മാർ വേണം, പലിശക്കാർ വേണം, വ്യഭിചാരം വേണം. മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമാണ് വ്യഭിചാരം. ആ വ്യഭിചാരം നിലനിൽക്കണം. കച്ചവട തന്ത്രത്തിന്റെ ഭാഗമാണ് വ്യഭിചാരം. ആ വ്യഭിചാരം സമൂഹത്തിൽ നിലനിൽക്കണം. അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതിന് അംഗീകാരം കൊടുക്കണം, അത് ഗവൺമെന്റ് തലത്തിൽ വേണം. വേശ്യാലയങ്ങൾ തുറക്കണം. അങ്ങനെ വേശ്യാലയങ്ങൾ തുറന്നിട്ടു. ലൈംഗിക സദാചാരങ്ങളെ കാറ്റിൽ പരത്തി. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. സ്വതന്ത്രമായി ലൈംഗികത ആസ്വദിക്കട്ടെ. കല്യാണം വേണ്ട, വിവാഹം വേണ്ട, അതേ യാതൊരുവിധ ബാധ്യതകളുമില്ലാത്ത സെക്സ്, സദോമിസം, അതേ സ്വവർഗരതി, എല്ലാം നടക്കട്ടെ.
എളുപ്പമാകട്ടെ, എല്ലാം സുലഭമാകട്ടെ. കെട്ടുകൾ, ബന്ധങ്ങൾ, മതത്തിന്റെ അതിർവേരുകൾ എല്ലാം വലിച്ചെറിയൂ. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് സുഖിക്കാം, നമുക്ക് ആനന്ദിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം, നമുക്ക് പണമുണ്ടാക്കാം, നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി സൗകര്യങ്ങൾ ഉണ്ടാക്കാം. നിലവിലുള്ള വീട് പൊളിച്ചു മാറ്റി അതിനേക്കാൾ സുന്ദരമായ വീട് വെക്കാം. നിലവിലുള്ള വാഹനം പൊളിച്ചു കളഞ്ഞ് അതിനേക്കാൾ സുന്ദരമായ വാഹനം നേടാം. ഈ ലോകം ഭൂമിയെ കെട്ടിപ്പിടിക്കൂ, ഭൂമി ആസ്വദിക്കൂ, ഭൂമിയെ പുണരൂ, സുഖിക്കൂ, ആനന്ദിക്കൂ. രാത്രികൾ ഉണരൂ, കാബറാ നൃത്തങ്ങൾ നടമാടൂ. അതെ, രാത്രികൾ അത് ചടുല നൃത്തം കൊണ്ട് സജ്ജീകരിക്കൂ, സംവിധാനിക്കൂ, കുടിച്ചുൽമാദിക്കൂ. അങ്ങനെ മദ്യത്തിന്റെ, ലഹരിയുടെ, മയക്കുമരുന്നിന്റെ, തോന്നിവാസത്തിന്റെ, അക്രമത്തിന്റെ, അനീതിയുടെ, കുത്തഴിഞ്ഞ ലൈംഗികതയുടെ, തോന്നിവാസത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നിടൂ. അതാണ് മുതലാളിത്തം ലോകത്തോട് പറഞ്ഞത്. അക്രമം പറഞ്ഞു, അനീതി പറഞ്ഞു, തോന്നിയാസം പറഞ്ഞു. നമുക്കറിയാം, അതെ, ആ മുതലാളിത്തത്തിന്റെ സ്വീകാര്യത നേടിയ പാശ്ചാത്യ ലോകം, അതേ മുതലാളിത്തത്തെ വാരിപ്പെടുന്നവർ, മുതലാളിത്തത്തിന്റെ തത്വശാസ്ത്രങ്ങൾ കെട്ടിപ്പിടിച്ചവർ, നമുക്കറിയാം അവർ അനുഭവിക്കേണ്ടി വന്നത് എന്താണ്, അവർ നേരിടേണ്ടി വന്നത് എന്താണ്, അവർ ലോകത്തിന് സമ്മാനിച്ചത് എന്താണ്. ഇന്നലെയും നമ്മൾ ഓർത്തു, നാഗസാഖി ഓർത്തു, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹിരോഷിമയോർത്തു. അതേ, അണുബോംബിട്ടുകൊണ്ട് തന്റെ അയൽ രാജ്യങ്ങളെ നശിപ്പിക്കണമെന്ന ദുഷ്ടചിന്ത, അതാണ് മുതലാളിത്തം മനുഷ്യനെ പഠിപ്പിച്ചത്. തന്റെ സഹോദരൻ, ആ സഹോദരൻ നശിപ്പിക്കണമെന്ന് മാത്രമല്ല, തലമുറ തലമുറയായി അവന്റെ മക്കൾ, അവന്റെ മക്കളുടെ മക്കൾ, മക്കളുടെ മക്കളുടെ മക്കൾ, അവന്റെ തലമുറ, ആ തലമുറയെ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന ദുഷ്ടചിന്ത. ആ ചിന്തയിലാണ് മുതലാളിത്തം ലോകത്ത് നിലകൊണ്ടത്. ഭൗതികതയുടെ ഒരു വശമാണത്, ഭൗതികതയുടെ ഒരു വശം, ഭൗതികതയുടെ ഒരു ഭാഗം. എന്നാൽ ആ ഭൗതികതയുടെ രണ്ടാമത്തെ ഭാഗമോ അത് കമ്മ്യൂണിസമാണ്. 19ാം നൂറ്റാണ്ടിൽ കടന്നു വന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഡാർവിനിസത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത കമ്മ്യൂണിസം, ഡാർവിനിസത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതേ ലോകം മുഴുവൻ ഞാൻ ചുറ്റിക്കറങ്ങി, എല്ലാ ഉലകങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, അതെ, ഒന്നിൽ നിന്നൊന്ന് രൂപാന്തരപ്പെടുന്നു, അങ്ങനെ രൂപാന്തരപ്പെട്ടൊന്നുണ്ടാകുന്നു. അങ്ങനെയാണ് മനുഷ്യനും ഉണ്ടായത്. കുരങ്ങൻ രണ്ടുകാലിൽ എണീറ്റ് നിന്ന് കൈകൊട്ടിച്ചിരിച്ച് വാലറ്റ് പോയപ്പോൾ അവൻ മനുഷ്യനായി മാറി എന്ന ലോകപടായിസം അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നു ആര്? ഡാർവിനിസം. ആ ഡാർവിനിസത്തിന്റെ ഓരം പറ്റി ശാസ്ത്രത്തിന്റെ മേന്മ പറഞ്ഞുകൊണ്ട് 19ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസം കടന്നു വന്നു. അങ്ങനെ കമ്മ്യൂണിസം കടന്നു വന്നുകൊണ്ട് അടിസ്ഥാനപരമായി മാനിഫെസ്റ്റോ ഉണ്ടാക്കിയപ്പോൾ അവർക്കും പറയാനുള്ളത് മതം നമുക്ക് വേണ്ട എന്നാണ്, മതം നാം സ്വീകരിക്കേണ്ട എന്നാണ്. മതങ്ങൾക്ക് ധാർമ്മികത മനുഷ്യന് നൽകേണ്ട, മതങ്ങൾ ധാർമ്മികത മനുഷ്യന് പഠിപ്പിക്കേണ്ടതില്ല എന്നാണ്. അക്കാലം കഴിഞ്ഞുപോയി. മതം ധാർമ്മികത പഠിപ്പിക്കേണ്ട കാലം ലോകത്ത് കഴിഞ്ഞുപോയി. ഇനി നമുക്ക് വേണ്ടി നാം തന്നെ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കാം എന്ന ചിന്താഗതിയുടെ, എന്ന തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതേ അക്കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട്, അതേ ഏറ്റവും കഠിനമായ രോഗത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് മാനിഫെസ്റ്റോ എഴുതിയുണ്ടാക്കി അത് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് അത് സമർപ്പിക്കുവാൻ വേണ്ടി ഒരു നാട് തെരഞ്ഞെടുത്തപ്പോൾ മതങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്ന, മതതത്വങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്ന, മതങ്ങളെ ഇരു കരങ്ങൾ നീട്ടി സ്വീകരിച്ച, എന്നാൽ രാഷ്ട്രീയപരമായ പല പോരായ്മകളും ഉണ്ടായിരുന്ന, ചക്രവർത്തിമാരാൽ ഭരിക്കപ്പെട്ട ആ റഷ്യ എന്ന രാജ്യം, മഹാനായ ഇമാം ബുഖാരിക്ക് ജന്മം നൽകിയ റഷ്യ എന്ന രാജ്യം, ആ രാജ്യത്തേക്ക് കമ്മ്യൂണിസം കടന്നു ചെന്ന് ആ ചക്രവർത്തിമാരെ തുരത്തി അവിടെ അധികാരം പിടിച്ചടക്കി. അധികാരം പിടിച്ചടക്കാൻ വേണ്ടി വലിയ വാദമുഖങ്ങൾ പ്രഖ്യാപിച്ചു. ഒരിക്കലും ഇനി നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല, ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. ഇനി മുതലാളി തൊഴിലാളി വ്യത്യാസമില്ല, ഇനി സാമ്പത്തിക അടിമത്തങ്ങളില്ല, സാമ്പത്തിക സമത്വങ്ങളില്ല, ഇനി എല്ലാവരും തുല്യർ. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് 100 രൂപയുടെ മൂല്യമുണ്ടെങ്കിൽ 100 ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുവെങ്കിൽ 100 പേർക്കും 100 രൂപയുടെ മൂല്യമുണ്ടാകും. എല്ലാവർക്കും ഗവൺമെന്റ് തുല്യമായി സമ്പത്ത് വീതിച്ചു നൽകും. അങ്ങനെ സാമ്പത്തിക സമത്വം കൈവരുക വഴി, മുതലാളിയും തൊഴിലാളിയും ഇല്ലാതാവുക വഴി ഇവിടെ നിലനിൽക്കുന്ന എല്ലാവിധ സംഘടനകളും അസമത്വങ്ങളും അവസാനിക്കുകയും സമാധാന സുന്ദരമായ ഒരു ജീവിതം ഇവിടെ നമുക്ക് സാധ്യമാവുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യയുടെ മണ്ണിലേക്ക് കമ്മ്യൂണിസം കടന്നു വന്നു. എന്നാൽ നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് റഷ്യ എന്ന് പറയുന്ന മണ്ണിൽ തന്നെ ആ കമ്മ്യൂണിസം കുഴിച്ചു മൂടപ്പെട്ടു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനും നിങ്ങളും അതോടൊപ്പം വായിച്ചു മനസ്സിലാക്കണം, ഓർമ്മിച്ചെടുക്കണം. അതെന്താണെന്നറിയുമോ? അത് മറ്റൊന്നുമല്ല, ആ റഷ്യയിലേക്ക് കമ്മ്യൂണിസം വന്നപ്പോൾ അതുവരെയും ഒരൽപ്പം കഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിലും ജീവിച്ച റഷ്യക്കാർക്ക് പിന്നെ തിന്നാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഭക്ഷ്യക്ഷാമം നേരിട്ടു. പുതിയൊരു വിഷയമല്ലല്ലോ ഭക്ഷ്യക്ഷാമം. ആ കാലഘട്ടത്തിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടു. പിൽക്കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ
തങ്ങളുടെ സഹചാരികൾക്ക് എഴുതിയ കത്തിൽ എന്തുകൊണ്ടെന്ന് ഭക്ഷ്യക്ഷാമം നേരിട്ടു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു ഭാഗമുണ്ട്. സർ ചക്രവർത്തിമാർ നാടുഭരിച്ച് മതങ്ങളെ താലോലിച്ച് വളർന്ന റഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ഒന്ന്, സർ ചക്രവർത്തിമാർ വഴി തങ്ങൾക്ക് വന്ന ആ പ്രയാസങ്ങൾ അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദൈവമില്ല. ദാരിദ്ര്യം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവം സഹായിക്കാനുണ്ടാവുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, കുടിക്കാൻ വെള്ളമില്ലല്ലോ, പട്ടിണിയിലാണല്ലോ. എവിടെ പോയി നിങ്ങളുടെ ദൈവം? എവിടെ പോയി മതാചാര്യന്മാർ പഠിപ്പിച്ച ദൈവം എന്ന ചിന്ത ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആസൂത്രിതമായി അക്കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇക്കാലഘട്ടത്തിൽ അതിന് മാറ്റം വന്നിട്ടുണ്ടാകും, ആ ചിന്താഗതിക്ക് മാറ്റം വന്നിട്ടുണ്ടാകും, ആ പ്രവർത്തന മേഖലക്ക് മാറ്റം വന്നിട്ടുണ്ടാകും. ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു മതവിരോധം വെച്ചു പുലർത്തേണ്ടതില്ല എന്നൊരു നയത്തിലേക്ക് അവർ മാറിയിട്ടുണ്ടാകും. എന്നാൽ തന്നെയും പഴയ മാനിഫെസ്റ്റോകളിൽ നിന്ന് വായിച്ചു പഠിച്ച ചിന്താഗതികൾ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ട് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു വിവാദം കത്തിപ്പടരുകയുണ്ടായി. ഏതായിരുന്നു ആ വിവാദം? അതേ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ, മതനിരാസം എന്ന ചിന്താഗതികൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പാഠപുസ്തക വിവാദം സന്ദർഭോചിതമായി മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ആ പാഠപുസ്തക വിവാദം ഈ സമൂഹത്തിലുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രാഷ്ട്രീയപരമായ വിലപേശലിന് മുജാഹിദ് പ്രസ്ഥാനം നിന്നിട്ടില്ല. രാഷ്ട്രീയപരമായ വിലപേശലിന് വിധേയമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അച്ചാരം പറ്റുവാൻ ഓച്ചാരിച്ചു നിൽക്കുന്ന ഒരവസ്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിലെ വികാരപൂർവകമായ ഇടപെടൽ മാറ്റിവെച്ചുകൊണ്ട് വിചാരപൂർവകമായ ഇടപെടൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് ആ പാഠപുസ്തകം ചോദ്യമായി, എന്തുകൊണ്ട് വിവാദമായി? മറ്റൊന്നും കൊണ്ടല്ല, മനുഷ്യന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന, മനുഷ്യനെ മനുഷ്യനാക്കുന്ന സിദ്ധാന്തത്തെ എതിർക്കുന്ന സംരംഭങ്ങൾ ഏതായിരുന്നാലും അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നതുകൊണ്ട് തന്നെ പാഠപുസ്തകം നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് വന്നു. ഏതായിരുന്നു പാഠപുസ്തകത്തിലെ വിവാദ വിഷയം? ഒരിക്കലും മതമില്ലാത്ത ജീവനായിരുന്നില്ല. മതമില്ലാത്ത ജീവൻ എന്ന പാഠമല്ല, നേരെ മറിച്ച് അതിനു മുമ്പ് ആസൂത്രിതമായി ചെയ്ത ചില നീക്കുപോക്കുകൾ, അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഈ പാഠപുസ്തകം മനുഷ്യത്വം വിളയുന്ന ഭൂമി എന്ന ടൈറ്റിൽ തുടങ്ങി രണ്ടാമത്തെ ഭാഗം തുടങ്ങുമ്പോ ആദ്യ ഭാഗത്ത് തന്നെയുള്ളത് ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് തുടങ്ങിയ നമ്മളെല്ലാവരും ചെയ്യുന്ന സത്യപ്രതിജ്ഞ, അതിന്റെ ചുവട്ടിൽ പൊതുകിണറിൽ നിന്ന് വെള്ളമെടുത്തതിന് ദളിതനെ ചുട്ടുകൊന്നു എന്നാണ് അതിന്റെ ചുവട്ടിലുള്ളത്. ഇത് ഒരു കുട്ടി വായിക്കണം. 7 വയസ്സായ ഒരു കുട്ടി ഈ പാഠപുസ്തകം വായിക്കണം. വായിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ദളിതരുണ്ടാകും, ദളിതന്മാരുണ്ടാകും, ദളിതരായ കുട്ടികളുണ്ടാകും, അവർണരായ കുട്ടികളുണ്ടാകും. അവർ ചിന്തിക്കും, എന്റെ ഉപ്പയുടെ ഉപ്പയെ ഇവിടുത്തെ സവർണന്മാർ ചുട്ടുകൊന്നു. ആ സവർണ വിരോധം ആ കുട്ടിയുടെ മനസ്സിൽ വളരുകയാണ്. ആ വിരോധം മനസ്സിലുണ്ടാകുന്നത് കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ പാഠഭാഗത്തെ എതിർത്തത്. അപ്പോൾ ചോദിക്കും സ്വാഭാവികമായി, കഴിഞ്ഞുപോയ സമൂഹത്തിൽ ദളിതന്മാരെ ചുട്ടുകൊന്നിട്ടില്ലേ? ഉണ്ട്. സവർണ മേധാവിത്വം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, ചിന്തിക്കാൻ പ്രായമാകാത്ത കുട്ടികൾക്ക് ഒരു വികാരപരമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റുന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെടേണ്ടതാണോ? അതാണ് അന്വേഷിക്കേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടുത്ത പാഠം, അതിന്റെ ചുവട്ടിൽ, അതിന്റെ പിന്നാലെ വരുന്നു അടുത്ത പാഠം. എന്താണ് ഈ പാഠം? വർഷം 1924. ആ 1924 ചുവട്ടിൽ ഇതാ ഒരു കോളം, നമ്പർ 1, ശങ്കരവാര്യർ, ജനനത്തീയതി 1/7/1916, രക്ഷിതാവിന്റെ ജോലി കഴകം, മതം ജാതി ഹിന്ദു, വാര്യർ, ചേർന്ന തരം 1, വിട്ടതരം 3, വിശേഷവിവരം പഠനം നിർത്തി. അതാണ് ഇങ്ങനെ ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ മതം ജാതി എന്ന് കൊടുത്തിടത്തേക്ക് ഹിന്ദു വാര്യർ, ഹിന്ദു നായർ, അങ്ങനെ ഹിന്ദുക്കളും നായന്മാരും മാത്രം. അതിന്റെ ചുവട്ടിൽ മലപ്പുറം ജില്ലയിലെ പന്തലൂർ GLP സ്കൂളിൽ 1924 ചേർന്ന കുട്ടികളുടെ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്നാണിതുള്ളത്. അപ്പോൾ ഹിന്ദുക്കളുണ്ട്, നായന്മാരുണ്ട്, ഒന്നിനു പുറകെ ഒന്നായുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. 1 മുതൽ 3 വരെ പഠിച്ചിട്ടുണ്ട്, ചിലർ പഠിത്തം നിർത്തി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വിവരം മുഴുവൻ എഴുതിയിട്ട് അതിന്റെ ചുവട്ടിൽ പറയുന്നു, മലപ്പുറം ജില്ലയിലെ പന്തലൂർ GLP സ്കൂളിൽ, ആ സ്കൂളിലുള്ള രജിസ്റ്ററാണിത് എന്ന് പറയും. ആയിക്കോട്ടെ, ആ രജിസ്റ്റർ കൊടുത്തിട്ട് അതിന്റെ ചുവട്ടിൽ
പട്ടികയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കുട്ടികളോട് ചോദ്യം, എന്നിട്ടോ അടുത്ത ചോദ്യം, ഭൂരിപക്ഷം പേരും ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠനം നിർത്താൻ എന്താവും കാരണം? രണ്ടാമത്തെ ചോദ്യം. 3, വിദ്യാലയത്തിൽ പഠിച്ചിരുന്നവരിൽ കൂടുതലും ഏതു ജാതിയിൽപ്പെട്ടവരായിരുന്നു? നോക്കുമ്പോ ഹിന്ദു ജാതി. അപ്പോ മുസ്ലിങ്ങൾ പഠിക്കാൻ പോയിട്ടില്ല, ഹിന്ദു ജാതിയിൽപ്പെട്ടവരെ പഠിക്കാൻ പോയിട്ടുള്ളൂ. അതിനപ്പുറത്ത് വേറെ മുസ്ലിം സ്കൂളുണ്ട്, അവിടുത്തെ രജിസ്റ്റർ നോക്കിയാലോ അവിടെ മുസ്ലിങ്ങൾ പഠിച്ച രജിസ്റ്റർ ഉണ്ട്, മുസ്ലിങ്ങൾ അവിടെ പഠിക്കാൻ പോയിട്ടുണ്ട്. ആ രജിസ്റ്റർ ഇവിടെ ഇല്ല. പക്ഷെ ഇത് വായിക്കുന്ന ഒരു കുട്ടി ആകെ വിചാരിക്കെന്താ, അതേ ഹിന്ദു ജാതിയിൽപ്പെട്ടവർ, നായർ ജാതിയിൽപ്പെട്ടവർ മാത്രമാണ് പഠിക്കാൻ പോയത്. ആ ജാതി ചിന്ത രണ്ടാമത് ഇവർക്കിടയിൽ വളർന്നു വരാൻ അത് ഇടവരുന്നു. അതുകൊണ്ട് അവസാനിച്ചില്ല. തൊട്ടടുത്ത പാഠത്തിന്റെ പേര് എച്ചിൽ. എന്തേ എച്ചിൽ എന്ന് പേര് കൊടുത്തത്? എന്തേ എച്ചിൽ എന്ന് പേര് കൊടുത്തത്? പഴയ കാലഘട്ടത്തിൽ നടന്ന അന്തർജനങ്ങളുടെ പെരുമാറ്റം. ആ അന്തർജനങ്ങൾ അകത്തേക്ക് കടന്നാൽ അവരെ കാത്തിരുന്നത് നിറയെ നിവർത്തിയിട്ട എച്ചിലിലകളാണ്. ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് അന്തർജനങ്ങൾ എന്ന് കഴിക്കാൻ കൊടുത്തത് എന്താണോ? എച്ചിലുകളായിരുന്നു. അവര് കഴിച്ച് ബാക്കി എറിഞ്ഞു കൊടുക്കുന്ന എച്ചിലാണ് ഇവർ കഴിച്ചത്, അതൊക്കെയാണ് അവർ ജീവിച്ചത് എന്ന് തുടങ്ങി. അവിടെയും ജാതീയത. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. പിന്നെയും തുറന്നങ്ങോട്ട് കാണാം. ചാന്നാർ ലഹള, പിന്നീട് നവീകരണ സംരംഭങ്ങള്, ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, മുസ്ലിം ഐക്യസംഘം, അങ്ങനെ പലരും ഇങ്ങനെ വിശദീകരിച്ചിട്ട് അതിന്റെ ചോട്ടിലൊരു ചോദ്യം, എന്ത്? ഒരേ മതവിശ്വാസം പുലർത്തുന്നവർക്കിടയിൽ തന്നെ വേർതിരിവുകൾ നിലനിൽക്കുന്നുണ്ടോ? ഒരേ മതവിശ്വാസം നിലനിൽക്കുന്നവരിൽ തന്നെ വേർതിരിവുകൾ ഉണ്ടോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്. കുട്ടി വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കണം, നമ്മുടെ മതം ഏതാ? ഹിന്ദു മതം. നമുക്കിടയിൽ അങ്ങനെ വല്ല വ്യത്യാസം ഉണ്ടോ? ഉണ്ട് മോനെ. അപ്പൊ ഇന്ന ജാതി ഉണ്ട്, ആ മതം ഉണ്ട്, ഇന്ന വിഭാഗം ഉണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ ആളുണ്ട്, മറിച്ച ആളുണ്ട്. ഇതൊക്കെ ഹൈന്ദവ പിതാവ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. മുസ്ലിങ്ങളുടെ അടുക്കൽ മുസ്ലിം കുട്ടികള് അപ്പോഴേക്കും അപ്പാ നമ്മുടെ മതത്തിൽ വല്ല വേർതിരിവുണ്ട്, പിന്നെ സുന്നിയുണ്ട്, മുജാഹിദുണ്ട്, ഖാദിയാനുണ്ട്, അങ്ങനെ അതും പാപ്പ പറഞ്ഞു കൊടുക്കണം. ആർക്ക്? മക്കൾക്ക്. അങ്ങനെ ഒരേ മതവിശ്വാസം പുലർത്തുന്നവർക്കിടയിൽ തന്നെ വേർതിരിവുകൾ നിലനിൽക്കുന്നുണ്ടോ? അതാണ് ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിന്റെ പേരിൽ എന്തെങ്കിലും വിലക്കുകളോ നിയന്ത്രണങ്ങളോ നിലനിൽക്കുന്നുണ്ടോ? എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ? ഇല്ലേ? ഉണ്ട്. മുസ്ലിങ്ങൾക്ക് ഉണ്ട്. എന്ത്? സ്ത്രീകൾ ഔറത്ത് പറക്കണം, പർദ്ദ ധരിക്കണം, അതന്വേഷിച്ച് അങ്ങനൊരു വസ്ത്രധാരണത്തിന്റെ പേരിൽ വിലക്കുകളും നിയന്ത്രണങ്ങളും ഉണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാകണം. പിന്നെ അടുത്ത ചോദ്യം, പൊതു വസ്ത്രധാരണാ രീതി സാമൂഹ്യമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? ഏതാണ് ഈ പൊതുവസ്ത്രധാരണാ രീതി? കേരളപ്പിറവിക്ക് കൊടുക്കുന്ന സെറ്റുമുണ്ടോ? അതോ സാനിയ മിർസ ഉടുക്കുന്ന നിക്കറോ? ഏതാണ് ഈ പൊതുവസ്ത്രധാരണാ രീതി? അതറിയില്ല. പക്ഷെ വസ്ത്രധാരണാ രീതി സാമൂഹ്യമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് പിന്നെയും അതിന്റെ ചുവട്ടിൽ ചോദിക്കുന്നു, മുകളിൽ ചർച്ച ചെയ്തതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇന്നും വിവിധ മതവിഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ? അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് ഈ ചോദ്യങ്ങൾ? ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്കെന്ന് തോന്നുന്നു, ആ കുട്ടികൾക്ക് മതബോധം വളരട്ടെ, മതം സ്വീകരിക്കട്ടെ, മതത്തിന്റെ മൂല്യങ്ങൾ അവരറിയട്ടെ. ആ രൂപത്തിൽ ചോദിക്കുന്ന ബോധപൂർവകമായ ചോദ്യങ്ങളാണ് എന്ന് ചിന്തിക്കാൻ കഴിയോ? ഇല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ ഒരു കുട്ടി തയ്യാറാക്കിയതിന് ശേഷമാണ് അടുത്ത പാഠം മതമില്ലാത്ത ജീവൻ. കണ്ടോ? അപ്പം മതം ആകെ പ്രശ്നമാണ്, മതമാകെ പോരായ്മയാണ്, മതത്തിന്റെ വസ്ത്രധാരണാ രീതി തന്നെ പ്രശ്നമാണ്, മതമാകെ ജാതീയതയാണ്, വിദ്യാഭ്യാസത്തിനെതിരാണ്, എച്ചിൽ ജനങ്ങൾക്ക് നൽകുന്നതാണ്, ജാതി വ്യവസ്ഥ സംവിധാനിക്കുന്നതാണ്. എന്നിട്ട് മതമില്ലാത്ത ജീവൻ. അവിടെയാ പിന്നെ മതമില്ലാത്ത ജീവൻ കടന്നു വരുന്നത്. ആ മതമില്ലാത്ത ജീവൻ അങ്ങനെ തന്നെ നിലനിന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമുക്ക് കാണാം, അതിന്റെ തൊട്ടടുത്ത പേജിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ തത്വശാസ്ത്രം അവതരിപ്പിക്കുന്നത്. എന്താ ജവഹർലാൽ നെഹ്റുവിന്റെ തത്വശാസ്ത്രമായി പറയുന്നത്? എന്റെ മരണശേഷം എനിക്കായി മതപരമായ യാതൊരു കർമ്മങ്ങളും നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെന്നുള്ളത് ഉള്ളഴിഞ്ഞ് പ്രഖ്യാപിക്കാൻ ഞാൻ അഭിലഷിക്കുന്നു. അപ്പോ 2 പാഠം, ഒന്ന് മതമില്ലാത്ത ജീവൻ, പിന്നെയോ ജവഹർലാൽ നെഹ്റു. എന്നിട്ട് അധ്യാപകന്മാർക്ക് കൊടുക്കുന്ന കൈപുസ്തകത്തിൽ രേഖപ്പെടുത്തുക, എന്ത്? ഈ ജീവൻ, ആ ജീവന്റെ ചിന്താഗതിയിലേക്ക്, നെഹ്റുവിന്റെ ചിന്താഗതിയിലേക്ക് ജനം വളരട്ടെ. ഒരാളെ സംബന്ധിച്ചിടത്തോളം മതമില്ലാത്ത ജീവൻ മാത്രമാണ് പ്രശ്നം എന്ന രൂപത്തിൽ മനസ്സിലാക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്.
മതമില്ലാത്ത ജീവൻ മാത്രമല്ല, മതമില്ലാത്ത ജീവൻ കഥയില്ലാത്ത ജീവനാണ്. അത് വേറൊരു കാര്യം. അതിന് കഥയില്ല, അത് പരിശോധിക്കേണ്ടതാണ്. കാര്യം എന്താ? മോന്റെ പേരെന്താ? ജീവൻ. കൊള്ളാം, നല്ല പേര്. അച്ഛന്റെ പേര് അൻവർ റഷീദ്, അമ്മയുടെ പേര് ലക്ഷ്മി ദേവി. ഹെഡ് മാസ്റ്റർ മുഖമുയർത്തി രക്ഷിതാക്കളെ നോക്കി ചോദിച്ചു, കുട്ടിയുടെ മതം ഏതാ ചേർക്കേണ്ടത്? ഒന്നും ചേർക്കണ്ട, മതമില്ലെന്ന് ചേർത്തോളൂ. ജാതിയോ അതും വേണ്ട. ഹെഡ് മാസ്റ്റർ കസേരയിൽ ചാരിയിരുന്ന് അല്പം ഗൗരവത്തോടെ ചോദിച്ചു, വലുതാകുമ്പോൾ ഇവർ ഏതെങ്കിലും മതം വേണമെന്ന് തോന്നിയാലോ? അങ്ങനെ വേണമെന്ന് തോന്നുമ്പോൾ അവരിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കട്ടെ. ഇത് ഏറ്റവും വലിയ മതേതരത്വമാണത്രേ. ഇന്ത്യ രാജ്യത്ത് നിലനിന്ന മതേതരത്വം അതാണോ? ഇനി അതല്ല ഞാൻ ചോദിക്കട്ടെ, 18-ാമത്തെ വയസ്സിൽ 16-ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയാകുമ്പോൾ മനുഷ്യൻ തെരഞ്ഞെടുക്കേണ്ടതാണോ മനുഷ്യന്റെ ധാർമ്മികത? ആണോ? മനുഷ്യൻ ധാർമ്മികത ഞാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ തീരുമാനിക്കുന്നു. എന്റെ മകൾ വലുതായി, അവൾക്ക് 18 വയസ്സായിട്ട് അവൾ തീരുമാനിക്കട്ടെ, അവൾ വിവാഹം കഴിച്ച് ജീവിക്കണോ അതല്ലെങ്കിൽ അവൾ വ്യഭിചരിക്കണോ എന്ന് 18 വയസ്സായിട്ട് അവൾ തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. ധാർമ്മിക ബോധമുള്ളവന് പറ്റില്ല. സ്വന്തം മകൻ വലുതായിട്ട് 18 വയസ്സായിട്ട് അവൻ തീരുമാനിക്കട്ടെ, അവൻ മോഷ്ടാവാകണോ അതോ അവൻ സത്യസന്ധനമാകണോ എന്ന് 18 വയസ്സായിട്ട് അവൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. എന്റെ മകൻ കള്ളനാകാൻ പാടില്ല, എന്റെ മകൾ വ്യഭിചാരിണിയാകാൻ പാടില്ല, എന്റെ മക്കൾ തോന്നിവാസികളാകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഞാൻ ശിക്ഷണം നൽകും, മതബോധം നൽകും. മതബോധം കൊണ്ടല്ലാതെ മനുഷ്യൻ നന്നാവില്ല എന്ന അടിസ്ഥാനപരമായ തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ നിലനിന്നത്. ആ അടിസ്ഥാനപരമായ ധാർമ്മികതയ്ക്ക് അവർ ഉപയോഗിച്ചത് പരലോകമാണ്, പരലോക ചിന്തയാണ്, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. എന്നാൽ ഭൗതികത മനുഷ്യനോട് പറഞ്ഞു, മരണാനന്തരം ജീവിതമില്ല, പരലോകമില്ല. മരണാനന്തരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന ചിന്താഗതി കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അങ്ങനെ കടന്ന് പരലോകമില്ലെന്ന ചിന്ത, ആ ചിന്തയാണ് മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന ചിന്തയിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ചത്. എന്നാൽ ഇന്ന് മാറ്റമുണ്ടായി. ഈ ഭൗതികവാദം പറഞ്ഞുകൊണ്ട് കടന്നു വന്ന കമ്മ്യൂണിസത്തിനുണ്ടായ അവസ്ഥ ഇന്ന് പരിതാപകരമാണ്. ഒരു കാലഘട്ടത്തിൽ മതമില്ല, മതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന കമ്മ്യൂണിസം, രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പരാജയം എന്ന നിലക്ക് കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിലവിൽ ആ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം, ആ ഭൗതികതയുടെ പ്രത്യയ ശാസ്ത്രം എന്തിലേക്ക് വഴിമാറി നമുക്ക് കൃത്യമായി കാണാം. ഇന്ന് ആൾ ദൈവങ്ങൾക്ക് പിന്നാലെ പായുന്നു. നമുക്കറിയാം, ഇന്ന് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവർ കടന്നു വരുന്നത് ബാംഗ്ലൂരിലേക്കാണ്. എന്തിനാ ബാംഗ്ലൂരിൽ വരുന്നത്? ശ്രീ രവിശങ്കറെ കാണാൻ, ആധ്യാത്മിക കല പഠിക്കാൻ. ഞാനല്ല പറയുന്നത്, കൃത്യമായി നിങ്ങൾ വാർത്ത കേട്ടോളൂ. നേതാവ് വ്ളാഡിസ്ലാവ് യർഷിക്കുക്കും വലേരി സർജനിക്കുമാണ് ജീവനകലയെക്കുറിച്ച് പഠിക്കാൻ ബാംഗ്ലൂരിൽ എത്തിയിട്ടുള്ളത്. ഇരുവരും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും പാർലമെന്റ് അംഗങ്ങളുമാണ്. 1993 വിഘടനത്തിനു ശേഷമാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വലിയ മാറ്റം വന്നു തുടങ്ങിയതെന്ന് യർഷിക്കുക്ക് പറഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസത്തിനെതിരാണെന്നുള്ളത് അതിശയമാണ്. റഷ്യയിൽ പ്രവർത്തകർക്ക് തികഞ്ഞ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടി പ്രസിഡന്റ് ക്രിസ്തുമത വിശ്വാസിയാണെന്നും യർഷിക്കുക്ക് പറയുന്നു. Вашей страны. Хотел бы передать привет коммунистам Индии, потому что знаю, что это очень уважаемая и очень авторитетная партия в Индии. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടുത്തെ എല്ലാ മതമേലധികാരികളുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. രാജ്യത്തിലെ പ്രശ്നങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. ആധ്യാത്മികതയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റുകയുള്ളെന്ന് ആചാര്യൻ ശ്രീ രവിശങ്കർ പറഞ്ഞു. Spirituality invokes the love and compassion, and that flows into action, which is the main purpose of communism, is to care and share and treat everyone as equal or part of your family. 1987 മുതൽ ജീവനകലയുടെ കേന്ദ്രം റഷ്യയിലുണ്ട്. 5000-ഓളം ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാണെന്നുള്ളതിൽ സന്തോഷമുണ്ടെന്ന് വലേരി സർജനിക് പറഞ്ഞു. ആശ്രമത്തിൽ നടന്ന ധ്യാനത്തിലും ഹോളി ചടങ്ങുകളിലും പങ്കെടുത്ത ശേഷമാണ് നേതാക്കൾ തിരികെ മടങ്ങിയത്. മനോരമ ന്യൂസ്, ബാംഗ്ലൂർ. കണ്ടോ, ബാംഗ്ലൂരിൽ നിന്ന് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്തിനാ? അത് കല പഠിക്കാൻ വന്നതാണ്. എവിടുന്ന്? ശ്രീ രവിശങ്കർ അടുക്കൽ നിന്ന്. അവർക്ക് അത്ഭുതമത്രേ. കാരണം എന്താ, ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും മതവിരോധമൊക്കെ ഉണ്ടോ? ആ നിലക്ക് മത നിരാസമൊക്കെ പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് അവർക്ക് അത്ഭുതമാണത്രേ. അങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് ശ്രീ രവിശങ്കർ അടുക്കൽ ജീവനകല പഠിക്കാൻ വന്നു എന്നാണ് ഒരു വാർത്ത. മാത്രമല്ല, പിന്നീട് നമുക്കറിയാം, ആൾ ദൈവങ്ങളുടെ പേരിൽ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടായി. പലരും പല സാധുക്കളും പിടിക്കപ്പെട്ടു. വളരെ ദുർബലന്മാർ നമ്മുടെ സമൂഹത്തിൽ അങ്ങുമിങ്ങും ഒരു നൂല് കെട്ടി ജീവിച്ച, ഐക്കല് കെട്ടി ജീവിച്ച, ഒരു ഭസ്മം വാരി എറിഞ്ഞ് ജീവിച്ച സാധുക്കളൊക്കെ പിടിക്കപ്പെട്ടു. അങ്ങനെ വലിയ വിവാദമായി. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ അനക്കില്ല. എന്ത് പറ്റി?
എന്തു പറ്റി? ഈ രൂപത്തിൽ ഭൗതികമായ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് പരലോകബോധമില്ലാത്ത ഒരു വിപ്ലവം സമൂഹത്തിൽ വിജയിക്കില്ല എന്നതിന്റെ അടിസ്ഥാനപരമായ തെളിവാണത്. അല്ലേ? ഇവിടെ മാതാ അമൃതാനന്ദമയുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവരില്ലേ? ഉണ്ട്. അങ്ങനെ ആ രൂപത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ ചോദ്യങ്ങളുണ്ടായി, പരാമർശങ്ങളുണ്ടായി, അഭിപ്രായങ്ങളുണ്ടായി, അവരെ വിചാരണ ചെയ്യണമെന്ന സംസാരങ്ങളുണ്ടായി. ഒരു കാലത്ത് അലക്കുകല്ലിന്റെ ചുവട്ടിൽ നിന്ന് വളർന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വളർന്നു വലുതായിട്ട് വലിയ വലിയ തീന്മേശകൾക്ക് മുന്നിലും വലിയ വലിയ അലങ്കാരങ്ങൾക്ക് മുന്നിലും വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്ക് മുകളിലും വട്ടമിട്ട് പറക്കുന്ന, വിദേശങ്ങൾ ചുറ്റിക്കറങ്ങുന്ന അമൃതാനന്ദമയി ദേവിയെ കുറിച്ച് അന്വേഷിക്കണം. ചില ആളുകൾ ധൈര്യപൂർവ്വം അവർ മുദ്രാവാക്യം വിളിച്ചു, സ്വാഗതാർഹമാണ്. ഈ രൂപത്തിലുള്ള ജീർണതയ്ക്കെതിരെ ആര് ശബ്ദിച്ചാലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം അവരെ അഭിനന്ദിക്കും. മുജാഹിദ് പ്രസ്ഥാനം അവരെ അഭിനന്ദിക്കും. ആരായിരുന്നാലും ഈ രൂപത്തിലുള്ള ധാർമ്മികതയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അവർക്കൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ പിന്തുണ നൽകും. എന്നാലോ നമുക്കറിയാം, ആ സമയത്ത് വളരെ ശക്തമായി തന്നെ ഈ രൂപത്തിലുള്ള കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായി. നമ്മൾ കേട്ടോളൂ. ഒന്നുകൂടി ഓർമ്മിക്കാൻ ആത്മീയ വ്യവസായികളുടെയും സ്വത്തും വരുമാന സ്രോതസ്സും അന്വേഷിക്കണം. ഡിവൈഎഫ് നേരത്തെ തന്നെ പറഞ്ഞതല്ല. വമ്പൻ സ്രാവുകൾ ഇപ്പോ സമർത്ഥമായ മൗനം അവലംബിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ നിലപാട്, ആത്മീയ രംഗത്തെ കോർപ്പറേറ്റ് ശക്തികളുണ്ട് കേരളത്തിൽ. ആ കോർപ്പറേറ്റ് ആത്മീയതയുടെ വക്താക്കൾക്കെതിരായും ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരണം. ഈ ചർച്ച ആ നിലയിലേക്ക് വികസിച്ചു വരണം എന്നുള്ളതാണ്. അമൃതാനന്ദമയി ആത്മീയതയെ കോർപ്പറേറ്റ് വൽക്കരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അമൃതാനന്ദമയി ആത്മീയതയെ കോർപ്പറേറ്റ് വൽക്കരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. കണ്ടോ? അത് കൃത്യമായി തുറന്നു പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. എങ്കിൽ ധാർമ്മികതയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഈ രൂപത്തിലുള്ള കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരണം. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് സംഭവിച്ചതോ, പിന്നീട് ആ ശബ്ദം തന്നെ ഇല്ലാതായി പോയി. ഇന്ന് നിലവിൽ ഇപ്പോൾ കപടാത്മീയത ആർക്കൊരു പ്രശ്നമില്ലാതായി, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി. എന്തേ കാരണം അന്വേഷിച്ചപ്പോഴാണ് അവിടെയും അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞത്. കണ്ടോളൂ അത്ഭുതം. അവരുടെ ശബ്ദത്തെ സംഗീതം പോലെ ശ്രവിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും സേവിക്കുന്ന പ്രവർത്തനമാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ നിർവഹിച്ച് വരുന്നത്. സർവരെയും സ്നേഹിക്കുക, എല്ലാവരാലും സ്നേഹിക്കപ്പെടുക എന്നതാണ്. അതിൻ്റെ പ്രതീകമാണ് അമ്മ. അന്ധവിശ്വാസങ്ങളും വ്യാപിക്കുകയാണ്. എന്നാൽ മതത്തിനെ തട്ടിപ്പിനുള്ള ഉപാധിയാക്കുക എന്ന വഴിയിൽ മാതാ അമൃതാനന്ദമയി ദേവി സഞ്ചരിക്കുന്നില്ല. മറിച്ച് വിശ്വാസത്തെ സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഉപാധിയാക്കുകയാണ്. വിശ്വാസികൾ നൽകുന്ന സംഭാവന കഷ്ടപ്പെടുന്ന എല്ലാവർക്കും തിരിച്ചു നൽകുക, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും സേവന പ്രവർത്തനങ്ങളിലും മാതാ അമൃതാനന്ദമയി ചെയ്യുന്ന കാര്യങ്ങൾ അഭിനന്ദനാർഹമാണ്. മതവിശ്വാസത്തെ കച്ചവടമാക്കുന്നവർക്ക് മതം എന്നാൽ സ്നേഹമാണ്, സേവനമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കാൻ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തനങ്ങൾ പ്രേരകമാണ്. അതിന് ഇനിയും ദീർഘനാൾ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നിൽ അർപ്പിക്കപ്പെട്ട ചുമതല നിർവഹിച്ചതായി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയും രാജഗോപാലിനെ പോലെ തൊഴുകൈകളുമായി കുനിഞ്ഞ ശിരസ്സുമായി ഒരാൾ ദൈവത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ടില്ല. കണ്ടോ? അപ്പൊ എന്താ സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ആത്മാർത്ഥമായി കപട ആത്മീയതയെ എതിർക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മതനിരാസം പ്രഖ്യാപിച്ച് കടന്നുവന്ന ശക്തികൾക്ക് പോലും ഒരിക്കലും ആ ദൈവങ്ങളെ എതിർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ധാർമ്മികതയുള്ളവന് മാത്രമേ കള്ളദൈവങ്ങളെ എതിർക്കാൻ കഴിയൂ. അടിസ്ഥാനപരമായി ആദർശമുള്ള
തൗഹീദുള്ളവർക്ക് മാത്രമേ കള്ളദൈവങ്ങളെ എതിർക്കാൻ കഴിയൂ. യുക്തിവാദത്തിന്റെ മറുപിടച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലോ ഒരു അധികാരത്തിന്റെ പിൻബലത്തിലോ മാത്രം ഒതുക്കാൻ കഴിയുന്നതല്ല ആൾദൈവ സമ്പ്രദായം. നേരെ മറിച്ച് ആൾദൈവ സംസ്കാരം, ആത്മീയ രംഗത്തെ ചൂഷണം എതിർക്കാൻ കഴിയുന്നത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾക്ക് മാത്രം, തൗഹീദ് ഉൾക്കൊണ്ടവർക്ക് മാത്രം. അല്ലാത്തവർക്കൊരിക്കലും ഈ ആൾദൈവ സമ്പ്രദായത്തെ, ആത്മീയ രംഗത്തെ ചൂഷണത്തെ എതിർക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ടുകളായി ഈ കൊച്ചു കേരളത്തിൽ ആത്മീയ രംഗത്തെ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്, ശക്തമായി ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പോരാടുന്നുണ്ട്. അത് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ അത് നിലനിൽക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല. മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ഒരു ഭാഗത്ത് സലാത്ത് കച്ചവടം അല്ലേ, ഒരു ഭാഗത്ത് സലാത്ത് കച്ചവടം. ആ സലാത്ത് കച്ചവടത്തിന്റെ പേരിൽ നിരവധി അനവധി പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, ചൂഷണോപാധികൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, നേരെ മറിച്ച് ഇവിടുത്തെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് കേട്ടോളൂ. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റു ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിന്റെയും ദിക്റിന്റെയും ഒക്കെ മജ്‌ലിസ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറെ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത ആള്, അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു. നമ്മുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറി. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആ ആള്, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആള്, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പണക്കാടില്ല. അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ ദിക്റും സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ എങ്ങനെ അഭിനയിക്കാം, എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ, കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്, അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ, യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു, ഇത് ഫോണെങ്ങനെ ഇരിക്കും. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ. കണ്ടോ? അപ്പൊ പാണക്കാട് പരിശോധിക്കാന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറയണം, അപ്പുറത്തെ സ്ഥലത്ത് നടക്കുന്നുണ്ട്, അവിടെ പോയി പരിശോധിക്കാൻ. അവിടെയാണ് ഫോൺ വരുന്നത്, അവിടെയാണ് ഒരു പ്രാവശ്യം മറ്റേ സ്വലാത്തിന് വന്നാൽ അടുത്ത പ്രാവശ്യം പ്രസവിക്കുന്നത് എന്ന് മൂപ്പര് പറയാ. അപ്പൊ ഈ രൂപത്തിൽ സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ചൂഷണത്തിനെതിരെ ശബ്ദിക്കണം എന്ന് ഞാനല്ലല്ലോ, അദ്ദേഹം വിശദീകരിക്കുന്നു. അത് മാത്രമാണോ? അത് മാത്രമല്ല, എന്തെല്ലാം തട്ടിപ്പോഴാണ്. എത്രയോ പാവപ്പെട്ട സ്ത്രീകൾ അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. മതത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ. വേറൊരു തങ്ങളെ കണ്ടോളൂ. വേഗത്തിൽ നമ്മുടെ സമയം മൂപ്പരൊരു സാധുവാണ്, എല്ലാവർക്കും വാരി കൊടുക്കണം, വലിയ സ്നേഹത്തിലാണ്. അങ്ങനെ സ്ത്രീകൾക്കൊക്കെ വാരി കൊടുക്കുക, അതാണ് മൂപ്പര്. ഒരു തങ്ങളാ, വേങ്ങാട് തങ്ങൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട ഒരു തങ്ങൾ. അദ്ദേഹം കാട്ടിക്കൊണ്ട പ്രതിഭാസങ്ങളാണ്. എന്ത് സ്നേഹാന്നല്ലോ. മക്കളോട് പോലും ഇത്രയും പിരിച്ചില്ല, എല്ലാവർക്കും വാരി കൊടുക്കും മൂപ്പര്. അങ്ങനെ വേങ്ങാട് തങ്ങൾ, ഇതൊക്കെ ആത്മീയതയുടെ പേരിലാണ്.
ഞങ്ങളുടെ പേര് പറഞ്ഞിട്ടാ അല്ലേ, അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ ചൂഷണം. മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചിട്ടില്ല. ഒരു ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും ഈ രൂപത്തിലുള്ള ചൂഷണങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുനിന്നിട്ടില്ല. അപ്പൊ ചിലരിപ്പോ പറയും ഞങ്ങൾ സക്കാഫികളൊക്കെ ഇപ്പൊ അതിനൊക്കെ എതിരാ, ഞങ്ങൾ വാതൊക്കെ നടത്തുന്നുണ്ട്, പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാലോ ഇത് ഭീമാപ്പള്ളി ഉറൂസിന്റെ നോട്ടീസ്. ഭീമാപ്പള്ളി ഉറൂസ്, ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന 2008 നടന്ന ഭീമാപ്പള്ളി ഉറൂസിന്റെ നോട്ടീസ് കണ്ടോളൂ. ഭീമാപ്പള്ളി ഉറൂസിൽ വരുന്ന പെണ്ണുങ്ങളുടെ കോലം, അവരുടെ അവസ്ഥ എന്താണ് എന്ന് സക്കാഫികൾ ഇപ്പൊ എതിരാണെന്ന് പറയും. ഇത് കാണുമ്പോഴേ ഞങ്ങൾ അതിനൊക്കെ എതിർത്തിട്ടുണ്ട്, എതിരായിട്ടുണ്ട് എന്ന് പറയും. കണ്ടോ ഭീമാപ്പള്ളി ഉറൂസ്, വിശ്വാസികളുടെ വൻതിരക്ക്, ഈമാനുള്ളവരെ വൻതിരക്ക് എന്നാ പറഞ്ഞത്. ഈമാനുള്ള പെണ്ണുങ്ങളെ കണ്ടോ, തലയിൽ കുടം വെച്ചിട്ട് ഈമാനുള്ള പെണ്ണുങ്ങൾ, വിശ്വാസികളുടെ വൻതിരക്ക്. അവിടെ ആരാ പ്രസംഗിച്ചത്? സുലൈമാൻ സക്കാഫി. നോട്ടീസ് 2008 നോട്ടീസ് സുലൈമാൻ സക്കാഫി. ഒരു സക്കാഫി അല്ല, സബീർ സക്കാഫി, വേറൊരു സക്കാഫി, സബീറാണ് ആള്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ദ്വാ ചെയ്ത ആള് സുലൈമാൻ സക്കാഫി. ദ്വാ ചെയ്ത് കൊടുത്തു സക്കാഫികള് തലയിൽ കൊണ്ടെടുക്കാതെ. എന്നിട്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് ഇപ്പുറത്ത് മറഞ്ഞിരുന്ന് പറയുക. ആ മറ പൊളിഞ്ഞു പോകും, ആ മറക്ക് സ്ഥാനമില്ല. ഇതുകൊണ്ട് അവസാനിച്ചില്ല. വേറൊരു തങ്ങള്, ആ തങ്ങളുടെ അവസ്ഥ എന്താ കണ്ടോളൂ കൃത്യമായി. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഷെയ്ഖുന ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉദ്ഹിയ്യത്തിനെക്കാളുള്ള പോത്തിനെ കണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലണം. ഇത് കേട്ടപ്പോ ഈ സാധുക്കൾ വിചാരിച്ച് ഏത് പോത്തിനെ കണ്ടാലും തക്ബീർ ചൊല്ലണതാ. ഏത് പോത്തിനെ കണ്ടാലും തക്ബീർ ചൊല്ലണമെന്നല്ല, ഉദ്ഹിയ്യത്തിനെക്കാളുള്ള പോത്തിനെ കണ്ടാൽ തക്ബീർ ചൊല്ലണം നമ്മൾ പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷെ തെറ്റിദ്ധരിച്ചു പോയി, അതുകൊണ്ടാണത്. ബാക്കി കേൾക്കട്ടെ. يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الله يا غوث الله يا غوث الله يا شيخ الله يا شيخ الله يا شيخ الله يا أستاذ الله يا إمام الله يا إمام الدين يا إمام المتقين يا سلطان العارفين. കണ്ട, അതാണ് കാര്യം. ആവി പറക്കണാണ് കാര്യം. പിന്നെ മുമ്പ് ഇച്ചിരി കൂക്കി വലിഞ്ഞ് ഒന്ന് ലെവലാക്കി നിർത്തുക. എന്നിട്ട് യാ ഓസുൽ ആലം മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ അങ്ങനെയാണ്. ഈ രൂപത്തിലുള്ള ചൂഷണം മറുഭാഗത്ത് അല്ലേ. അതുകൊണ്ട് അവസാനിച്ച വേറെ സാധനം എന്ത് കളന്തോട് തങ്ങള് മൂപ്പറ ഹോബി എന്താ അത് കണ്ടോളൂ. പറക്കത്തെടുക്കണം.
പുയ്യാപ്പിളക്ക് നാണം തന്നെ. ഈ ജാതി ആട്ടവും പാട്ടും ഇത് ദീനാണ് പോലും, ഇസ്ലാമാണ് പോലും, ആത്മീയതയാണ് പോലും. സമാധാനം കൊടുക്കണേ, സമാധാനം. ഇതൊന്നുമല്ല, എന്തെല്ലാം തോന്നിയ ദിവസങ്ങളാണ്. സ്വന്തം വീട്ടിൽ ഈ ശൈഖന്മാരെ കൊണ്ടുവന്നിട്ട് സ്ത്രീകൾ പോയി മുത്ത ഉമ്മ വെക്കുക. എന്ത് വൃത്തികേട്! ഇതൊക്കെ ആത്മീയത എന്ന് പേരിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചൂഷണത്തിനെതിരെ ശബ്ദിക്കൽ ബോധവൽക്കരണം ആവശ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം അതാണ് നിർവഹിച്ചത്. ഇസ്ലാം ഒരിക്കലും ഇതിന് കൂട്ടി നിന്നിട്ടില്ല. ഇസ്ലാം തൗഹീദിന്റെ മതമാണ്, തൗഹീദി ബോധമുള്ള മതമാണ്, പരലോക ചിന്തയുള്ള മതമാണ്, പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കണമെന്ന് പറഞ്ഞ മതമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതാണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന പ്രഖ്യാപനം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കും, മരണം രുചിക്കും. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഏ മനുഷ്യരെ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുക നാളെ പാരത്രിക ലോകത്തിലാണ്. അതുകൊണ്ട് ആ ലോകത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് വിജയം നേടാനുള്ളത്, അവിടെയാണ് നിങ്ങൾ വിജയം വരിക്കേണ്ടത്. ആ ലോകത്ത് ഫമൻ സുഹസിഹാനിൻ നാരി വഉദ്ഖിലൽ ജന്ന, അവിടെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ കടത്തപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. ആ വിജയത്തിനുള്ള മാർഗമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. ആ മാർഗത്തിൽ തീവ്രവാദമില്ല, ആ മാർഗത്തിൽ ഭീകരവാദമില്ല, ആ മാർഗത്തിൽ ചൂഷണങ്ങളില്ല, ആ മാർഗത്തിൽ ധാർമ്മികതക്കെതിരെയുള്ള ഒരു വർത്തമാനമില്ല, ആ മാർഗത്തിൽ ദൈവനിഷേധമില്ല. കൃത്യമായി മനുഷ്യന് വഴി കാണിക്കുന്ന സിറാത്തുൽ മുസ്തഖീമായ സ്വർഗത്തിലേക്കുള്ള നേരായ പാത, ആ പാതയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് മനുഷ്യന്റെ ബാധ്യത. പ്രവാചകന്മാർ നടന്ന വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുകയും അതിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം മാനവ സമൂഹത്തോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസികൾ ദുആ ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാഥാ ഞങ്ങളെ നീ നേരായ മാർഗ്ഗത്തിൽ നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അതെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, പ്രവാചകന്മാരുടെ മാർഗം, സിദ്ദീഖുകളുടെ മാർഗം, ശുഹദാക്കളുടെ മാർഗം, സ്വാലിഹുകളുടെ മാർഗം, ആ മാർഗത്തിലൂടെ എന്നെ നയിക്കണേ നാഥാ. നിന്റെ കോപത്തിന് വിധേയരായ, നിന്റെ ശാപത്തിന് വിധേയരായ, നിന്റെ ശാപകോപതാപത്തിന് വിധേയരായ ആളുകളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കല്ല, വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കല്ല, നേരായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ദുആ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് നാം ഓരോരുത്തരും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ വർസുഖന ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തില വർസുഖന ഇജ്തിനാബ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.